മക്കളില്ലാത്തതിന്റെ ആക്ഷേപം അവർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനപ്പെട്ട് പിന്നെ ആ അമ്മയ്ക്ക് പ്രാർത്ഥിച്ച പഴനിയെ കൊണ്ട് പ്രാർത്ഥിക്കുകയും ഇവിടൊക്കെ സൗകര്യങ്ങൾ ചെയ്താൽ ഉണ്ടാവുമെന്നൊരു പ്രസ്താവന നടത്തിയവർ. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്തോ അങ്ങനെ അവർ മക്കളുണ്ടാവും. അത് സന്തോഷിച്ചിട്ടാണ് നമുക്ക് ഭൂമിയോഗങ്ങളും മറ്റുമൊക്കെ. നമസ്കാരം, ഞാൻ സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ കോട്ടശ്ശേരിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ കാണുവാണ് ഒരു മുണ്ടുള്ളി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇത് ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രതിഷ്ഠാ ദിനവും തൈപ്പൂയ മഹോത്സവം ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അതിന്റെ ഇടയിലാണ് ഞാൻ വന്നിട്ട് നമ്മുടെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ രമേശ് ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു അമ്പലത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഒരുപാട് അമ്പലങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. 150 മേലെ അമ്പലങ്ങൾ ഞാൻ കാണിച്ചു തന്നു. അപ്പൊ അതിനൊക്കെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേത്രം ഒരുപാട് ചരിത്രവും ഐതിഹ്യം ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അതിന്റെ കഥകൾ കുറെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. ഓക്കെ. ഇതാണ് പാലക്കാട് ജില്ലയിൽ പുലാപ്പറ്റയിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടുള്ളി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ് പുലാപ്പറ്റ. പുലാപ്പറ്റയുടെ ഹൃദയഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിൽ കൊട്ടശ്ശേരിയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. തമിഴ് പാരമ്പര്യ രീതിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠകൾ. തമിഴ് വിഭാഗത്തിൽപ്പെട്ട മുതലിയാർ പൂജാരി വിഭാഗക്കാർ തൊഴിലിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കുടിയേറി പാർത്തത്. ഇവർ ആരാധിക്കുന്ന ഭഗവാനെ ഇവിടെ കൂടെ കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നു. പട്ടുചാർത്തൽ, പഞ്ചാമൃതം, കാവടിയെടുക്കൽ, പാനകം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഫലപ്രാപ്തി ഉണ്ടായതായി ഭക്തർ അവകാശപ്പെടുന്നു. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന സുബ്രഹ്മണ്യസ്വാമിയാണ് ഇതെന്ന് ഒരു ഗ്രാമം മൊത്തത്തിൽ ഒരേ ശബ്ദത്തിൽ പറയുന്നു. നമസ്കാരം, പേര്? ചന്ദ്രകുമാർ. ചന്ദ്രകുമാർ അല്ലേ? ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? പുനർനിർമ്മാണം നടത്തിയപ്പോൾ ജ്യോതിഷപ്രകാരവും ഇവിടുത്തെ ഈ പാരമ്പര്യ കുടുംബങ്ങളുടെ കാലം കണക്കനുസരിച്ച് നോക്കി ഏകദേശം 550 വർഷത്തിലാണ്. എല്ലാ ക്ഷേത്രങ്ങൾക്കും ഓരോ ഐതിഹ്യം ഉണ്ടാവുമല്ലോ, ഇത് വരാനോ അല്ലെങ്കിൽ എന്താ കാരണം. അപ്പൊ അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കുമോ? തമിഴ് പാരമ്പര്യ രീതിയിലാണ് ഈ അമ്പലം. അന്നത്തെ കാലത്ത് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന പൂജാ പരിപാടികൾ. തമിഴ് സമുദായത്തിൽപ്പെട്ട മുതലിയാർ കുടുംബങ്ങളെ അങ്ങനെയുള്ള അവരൊക്കെ പാടുകൂടെ ചേർന്ന പൂശാരിമാരെ വിഭാഗങ്ങളൊക്കെ പാടുകൂടെ ചേർന്ന് തമിഴ്നാട്ടിൽ നിന്ന്, അന്ന് തമിഴ്നാട് കേരളം എന്നുള്ളതൊന്നുമില്ല, അവിടുന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്താണ്. അവരുടെ തൊഴിൽപരമായ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് വന്നവരാവാം. പക്ഷെ അവർക്കൊക്കെ ഒരു പാരമ്പര്യ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരാധിക്കുന്ന വിഗ്രഹവും അല്ലെങ്കിൽ അവരാരാധിക്കുന്ന ദൈവങ്ങളും ഒക്കെ തന്നെയും അവരുടെ ഒപ്പം ഉണ്ടാവണമെന്നുള്ള ഒരു ധാരണയിലാണ് ഒരു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തന്നെ ഈ കുടുംബത്തില് വളരെ പണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വിഗ്രഹം എന്ന് വെച്ചാൽ ദൈവവിഗ്രഹങ്ങളൊന്നും അല്ല അത്, പക്ഷെ ആ സങ്കല്പത്തിലുള്ള ഒരു ഇത് 2 സ്വാമിയുടെ നേരത്തെ ഞാൻ കാണിച്ചു തന്നു. അതിന്റെ രൂപത്തിലുള്ളത് അതിന്ന് പിന്നീട് അവര് ചെറിയ രീതിയിലുള്ള വിഗ്രഹങ്ങളും മരം ഇതുണ്ടായിരുന്നു. ഇതുണ്ടായിരുന്നു. അതിവിടെ 2002 വരെ ഇവിടെ ആ വിഗ്രഹമായിരുന്നു. പക്ഷെ കാലക്രമേണ അത് കുത്തിപ്പൊഴിഞ്ഞിട്ടാണ് നമ്മൾ പുനർനിർമ്മാണം നടത്തിയത്. ഈ അമ്പലത്തിന്റെ സ്വത്തുവകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് 10-30 വരയ്ക്ക് കൃഷിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് കാരണമായത് ഇപ്പൊ നിങ്ങൾ ഈ പ്രദേശം കാണാൻ 2 ഭാഗമായിട്ട് നിൽക്കണം. ഒന്ന് വടക്കുന്നാഥൻ ദേവസ്വമാണ്, മറ്റൊന്ന് ഇതാണ് കുതിരവട്ടം ദേവസ്വം. അപ്പൊ അതിന്റെ അതിർത്തി കൂടിയാണ് ഇത്. ഇതിന്റെ നടുക്കൂടെ ഇരുന്നൊരു തോട ഒഴുകിയിരുന്നത്, അതിന്റെ അതിർത്തി അപ്പുറം ഇങ്ങനെയായിരുന്നു. അപ്പൊ ഈ 2 ദേവസ്വങ്ങളും നമുക്ക് ഈ ഭൂമിക്കായിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. അതിന് കാരണമായത് ഇതിന് ഈ കുതിരവട്ട ദേവസ്വത്തിന്റെ അവരുടെ സ്വരൂപത്തിന്റെ സാമൂതിരിയുടെ സ്വത്തുക്കളും മറ്റും കൈകാര്യം ചെയ്തിരുന്ന ലാപ്പച്ചൻ നായർ വീട് എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിലെ ഒരു വലിയൊരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു മുത്തശ്ശിക്ക് മക്കളൊന്നും ഉണ്ടാവാത്തതിന്റെ പേരിൽ, അപ്പൊ പാരമ്പര്യമായിട്ട് ഈ അന്നത്തെ വിശ്വാസം സുബ്രഹ്മണ്യനെ പോയി പ്രാർത്ഥിച്ചാൽ മക്കളുണ്ടാവും എന്ന ഒരു ധാരണയിൽ അന്ന് ആ കാലത്ത് നിന്നപ്പോ ഇവരെ ഈ ഭസ്മം കൊണ്ടേ കൊടുക്കുക. പിന്നെന്താ, സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രസാദം ഭസ്മമാണല്ലോ. അങ്ങനെ അവിടെ കൊണ്ടേ കൊടുത്ത് ഭസ്മം പൂജ കൊടുത്തപ്പോ മക്കളില്ലാത്തതിന്റെ ആക്ഷേപം അവർ പറഞ്ഞു. അതിന് അടിസ്ഥാനപ്പെട്ട് പിന്നെ ആ അമ്മയ്ക്ക് പ്രാർത്ഥിച്ച പഴനിയെ കൊണ്ട് പ്രാർത്ഥിക്കുകയും ഇവിടൊക്കെ സൗകര്യങ്ങൾ ചെയ്താൽ ഉണ്ടാവുമെന്നൊരു പ്രസ്താവന നടത്തിയവർ. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്തോ
അങ്ങനെ അവർ മക്കളുണ്ടാവും. അത് സന്തോഷിച്ചിട്ടാണ് നമുക്ക് ഭൂമിയോഗങ്ങളും മറ്റുമൊക്കെ നിർത്താം അതുണ്ട്. അതൊക്കെ പിന്നെ ഈ ഭൂപരിഷ്കരണം മൂലം അതൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ നമുക്ക് അതിനൊന്നുമില്ല. കഴിഞ്ഞ ഞങ്ങൾ ഈ പുനർനിർമ്മാണം നടത്തുന്നതിന്റെ ഏതാണ്ട് 40 കൊല്ലം മുമ്പ് വരെ ആ ഭൂമി ഉണ്ടായിരുന്നതിന് പാട്ടൊക്കെ കിട്ടിയിരുന്നു. പിന്നെ അത് പോയി. പിന്നെ ഭൂമിയൊന്നും ഇല്ലാതെ. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു 25-30 വർഷമായിട്ടാണ് നമ്മൾ പുനർനിർമ്മാണം നടത്തിയത്. 2002 പിന്നെ ദിവാകരൻ നമ്പൂരിയുടെ നേതൃത്വത്തിലാണ് പുനഃപ്രതിഷ്ഠ നടന്നത്. അമ്പലത്തില് സാധാരണഗതിയിലെ വഴിപാടുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാമൃതം, പാനകം, പിന്നെ സാധാരണ പൂജാക്രമങ്ങളൊക്കെ ഇപ്പൊ തന്നെ ചിട്ടയായിട്ട് നടക്കുന്നുണ്ട്. ഭൂരിപക്ഷം പേരും പ്രദേശത്ത് സാമ്പത്തികമായിട്ട് വലിയ മെച്ചമില്ലാത്തതുകൊണ്ട് അവരൊക്കെ തന്നെ അവരുടെ എന്തെങ്കിലും ആഗ്രഹത്തിനൊക്കെ എന്തെങ്കിലും പ്രാർത്ഥനകൾ നടത്തും. അത് നന്നായി കഴിയുകയും ചെയ്യും. അതിനനുസരിച്ച് പ്രത്യേകിച്ച് ഈ മക്കളുണ്ടാവായ എന്നുള്ള ഒരു സ്വഭാവ വിശേഷത്തിന് എനിക്ക് തന്നെ ഞാൻ കഴിഞ്ഞ 10-50 കൊല്ലത്തോളായത്. അപ്പൊ പല കുടുംബങ്ങളും ഇങ്ങനെ ആക്ഷേപം പറഞ്ഞു, എതിർച്ചയാ. അതൊക്കെ തന്നെ നടന്ന് മക്കളുണ്ടായി. അങ്ങനെ അവർ തന്നെ ഇവിടെ വന്ന് കണ്ണി കണ്ടൊക്കെ ചാർന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നാട്ടുകാരുടെ നല്ല സഹകരണം ഉണ്ട്. അത് ഇതുണ്ട്. അതിന് വഴിപാടായിട്ട് പട്ടിചാർത്തലാണോ? പട്ടിചാർത്തലുണ്ട്. പട്ടിചാർത്തല് മറ്റ് കാവടി എടുക്കല്, പട്ടിചാർത്തല്, പഞ്ചാമൃതം, പാലാഭിഷേകം. അത് സാധാരണ എപ്പോഴും വഴിപാടുണ്ട്. പ്രത്യേകിച്ച് കാവടി എടുക്കല് പ്രധാനപ്പെട്ട അത് വരുന്നുണ്ട്. പാലാഭിഷേകം, പഞ്ചാമൃതം, പാനകം. അതാണ് ഇതിന്റെ. ഇത് എന്നും നട തുറക്കുമോ? രാവിലെയും വൈകുന്നേരം. രാവിലെ എത്ര മണിക്ക് തുറക്കാം? രാവിലെ 5 മണിക്ക്. എത്ര മണി വരെ? 9-9:15 വരെ. വൈകുന്നേരം ഒരു 5:30 തുറക്കും. ഒരു 6:45 7 മണിക്ക് മുമ്പേ അടയ്ക്കും. ഇതിപ്പോ ഈ വീഡിയോ കാണുമ്പോ അധികം പുറത്തു നിന്നാണ് ആളുകൾ വരിക. അപ്പോ ഈ ആളുകൾക്ക് ഇതിപ്പോ വിളിച്ചു പറഞ്ഞാൽ നമ്മള് വഴിപാട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അതുപോലെ ഇത് വരേണ്ട വഴിയൊന്നും ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ വളരെ സൗകര്യമായി. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് നിന്ന് വരുമ്പോ 2 റോഡ് കൂടി, അതായത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോട് നിന്ന് തിരിഞ്ഞാൽ 3 കിലോമീറ്റർ പഠിക്കുന്നുണ്ട്. ഇനി പാലക്കാട് ചെർപ്പശ്ശേരി വഴിയുള്ള പാതയിൽ കൂടെ മൊട്ടശ്ശേരിയിൽ നിന്ന് തിരിഞ്ഞാൽ 4-3 7 കിലോമീറ്റർ വന്ന ഇവിടെ വരും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിന്റെ ഉടമസ്ഥര് പറഞ്ഞ വേലായുധം പൂശാരി എന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ 300 കൊല്ലത്തോളമുള്ള ആധാരങ്ങൾ പോയി നോക്കിയപ്പോൾ കിട്ടിയത് വേലായുധം പൂശാരി. പക്ഷെ അത് പാരമ്പര്യമായിട്ട് തുറന്നു വന്നപ്പോ വേലായുധം പൂശാരി, അത്യാണ്ടി പൂശാരി, പിന്നെ പഴനിയപ്പം പൂശാരി, ചാമി പൂശാരി, അങ്ങനെയുള്ള ആ താൽ വരുന്നത്. ആ പാരമ്പര്യം അനുസരിച്ച് അച്ഛൻ തലമുറയാണ് അതെങ്ങനെ കൊണ്ടുവരുന്നത്. അത് അവരുടെ അങ്ങനെയാണല്ലോ പാരമ്പര്യം. അതിനനുസരിച്ചിട്ടാണ്. ഇന്നിപ്പോ പേര് കേട്ട രാമശ്ശേരി ഇഡ്ഡലി ഇല്ലേ, അത് ഒരു കാലത്ത് ഇവിടെയുള്ള ആൾക്കാർ ചിരട്ടയിൽ ഉണ്ടാക്കിയിട്ട് ഈ കുടുംബങ്ങളൊക്കെ ഉണ്ടാക്കി വിറ്റിരുന്നു. തിങ്കളാഴ്ച കോങ്ങാട് ചന്തയിൽ പ്രത്യേകിച്ച് സെന്റർ ആയിരുന്നു. അതായത് ഇപ്പൊ ഈ കേരളത്തിൽ എവിടെ മുണ്ടൊള്ളി പുളിമ്പിട്ട എന്നുള്ളൊരു വാദം കൂടെ ഉണ്ടായിരുന്നു. അത്ര രീതിയിൽ നല്ല രീതി ഉണ്ടായിരുന്നു. പിന്നെ ആ തലമുറയൊക്കെ പോയി തരത്തിലുള്ള പരിപാടികളൊന്നും ഇല്ല. അപ്പൊ ഞങ്ങള് രാമശ്ശേരി ഇഡ്ഡലി കേൾക്കുമ്പോ ഈ ഇഡ്ഡലിയെ ഓർമ്മ വരുന്നത്. അന്ന് ഈ കാലത്ത് ആ ഇഡ്ഡലിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അത് കോങ്ങാട് ചന്തയിലൊക്കെ സ്ഥിരമായിട്ട് 4-5 പേര് 4-5 വട്ടി ഇഡ്ഡലി കൊണ്ടുപോയിട്ട് രാവിലെ തൊട്ട് 10 മണിക്ക് കച്ചവടം കഴിഞ്ഞിട്ട് അവസാനിക്കും. അവരെ കുരിക്കന്മാരെന്നാണ് അറിയപ്പെടുക. പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട് അടുത്തടുത്ത് തന്നെ ഈ സമുദായത്തിന്റെ ബന്ധപ്പെട്ട് തന്നെ തൊട്ടടുത്ത് ഒരു 50 മീറ്റർ അപ്പുറത്ത് വെച്ച ഒരു മാരിയമ്മ ക്ഷേത്രം, വീണ്ടും 50 മീറ്റർ കിഴക്കോട്ട് പോയി അവിടെയും മാരിയമ്മ ക്ഷേത്രം. 2 ക്ഷേത്രം ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണ്. പക്ഷെ ഇതില് 2 സമുദായക്കാർ 2 പേരാണ് അവര് മെയിൻറ്റെയിൻ ചെയ്ത് വന്നിരുന്നത്. അതിപ്പോ നന്നായി വരുന്നുണ്ട്. അതിലുള്ളതുകൊണ്ട് അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ. ഈ മുണ്ടൊള്ളി തറവാടിന് ഇത് എന്തുകൊണ്ട് വന്നു എന്ന് വരുമ്പോൾ അന്നത്തെ കാലത്ത് ഈ ഭൂവുടമ സമുദായത്തില് ഈ തറവാടിന്റെ സ്വത്തുകളുണ്ടല്ലോ, പാട്ടവും ചെമ്മൊക്കെ ആയിട്ട്. അപ്പൊ അവരുടെ കയ്യിലാണ് ഈ കസ്റ്റഡികൾ മുഴുവൻ ഉള്ളത്. അവരെ ആശ്രയിച്ചാ ജീവിച്ചിരുന്നു. അപ്പൊ അവരുടെ അടിസ്ഥാനത്തിൽ സഹായം കൊണ്ട് മാത്രമൊക്കെയാണ് അന്ന് ഈ അമ്പലങ്ങൾ നടന്നിരുന്നത്. പല ചടങ്ങുകളും ഇവിടെ. അപ്പൊ ആ ക്ഷേത്രത്തിലെ ഒരു വീട്ടിലെ ആ തറവാട്ടിലെ ഒരു നാളികേരം കൊണ്ടുവന്ന് ഈ തേര് വന്ന് ചക്രം മുട്ടിച്ചാലേ തേര് പോകും എന്നാ. അതിപ്പോഴും ആ ചരമം നടന്നുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ അതേമാതിരി തന്നെ കുറെ നാളികേരം അവിടെ തേര് നിന്നാൽ ഇവിടെ വന്നിട്ട് അതില് 10-50 നാളികേരം എറിഞ്ഞുടയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഈ വീട്ടുകളിൽ നിന്നൊക്കെ തന്നെ. ഇതിന് മറ്റൊന്ന് ഈ രഥം, അത് കേട്ടതാണ്. ഇതിന് ഒരു 10-100-150 മീറ്ററിനപ്പുറത്തെ ഒരു കുളം ഉണ്ടായിരുന്നു. ആ തേര് കുളത്തില് ഈ തേര് പോയിട്ട് അന്നത്തെ കാലത്ത് ആന വലിച്ചു കൊണ്ടുവന്നാണ്. അതവിടെ താണുപോയി. അന്ന് തേര് പിന്നെ പൊക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. നമസ്കാരം. പേര് ബാലകൃഷ്ണൻ.
എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്? അമ്പലം ഒരുവിധം ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് പൂജാരിമാര് നടത്തിയിരുന്ന ക്ഷേത്രമാണ്. അപ്പൊ അത് കമ്മിറ്റി ഏറ്റെടുത്ത് ഒരുവിധം ഭംഗിയായിട്ടൊക്കെ ഇതായി മുണ്ടൊള്ളി തറവാടാണ് ഇതിന്റെ അടിസ്ഥാനം. ഇപ്പോഴത്തെ കാരണവരാണ് മുണ്ടൊള്ളിയിലത്തെ. അപ്പൊ ഞങ്ങള് പിരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിസ്ഥാനമായിട്ടൊന്നുമില്ല, തിരിച്ചിട്ട് തന്നെ വേണം എല്ലാ കാര്യങ്ങളും. ഇപ്പോഴും ഇനി കുറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളതുണ്ട് അല്ലേ? മാഷ നമസ്കാരം. എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്? എന്റെ അറിവിൽ ഞാൻ ഇപ്പൊ ഒരു 90 വയസ്സായി എനിക്ക്. മനസ്സിലായി. ഞാൻ അറിഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയം മുതലൊക്കെ ഇവിടെ കളിച്ചു വളർന്ന് അവരായിട്ടുള്ള പോപ്പുലേഷനോട് കൂടി വളരെ സൗഹാർദ്ദമായി ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഇതില് ഇവിടുത്തെ പൂജാരികളും അവരുടെ കുടുംബങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ നന്നായി ജീവിച്ച് അതിന് 4 ഭാഗം കുട്ടികൾക്കും അവരുടെ ഉപജീവന മാർഗങ്ങൾ കൂടിയിട്ടുള്ള ചില അവരുടെ കർഷകർ ഒക്കെ ഇവിടെ 4 ഭാഗം ഉള്ള കുടുംബങ്ങൾ ജീവിച്ചിരിക്കുന്നവരാണ്. ഇന്നും സൗഹാർദ്ദമായിട്ടും നടക്കുന്ന പോലെയാണ്. പാരമ്പര്യമായിട്ട് കൊണ്ടുനടക്കണ അപ്പൻ്റെ അപ്പനായിട്ട് കൊണ്ടുനടക്കണ അമ്പലത്തിൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് നടത്തുന്നു. അത്ര തന്നെ. പേര് രാജൻ, മുണ്ടുള്ളി. ഇതിന്റെ കാര്യം ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മുത്തച്ഛന്മാരായിട്ടുള്ള അവകാശമാണത്. ഞങ്ങൾ ഇതുവരെയ്ക്കും നിലനിർത്തിക്കൊണ്ടുപോകും. ആ പണി ഞാൻ തന്നെയാണ്. ഇതോ ഇത് അതിന് പാരമ്പര്യമായിട്ട് ഉള്ളതാണ്. ഇത് 2008 അത് 10 2008 2010 കൊണ്ട് ഞാൻ തന്നെയാണ് ഇത് പണിതത്.